കോർട്ട് ഫീസ് വർധനവിനെതിരെ അഭിഭാഷകന്റെ ഒറ്റയാൾ നിൽപ്പ് സമരം. കായംകുളം കോർട്ട് കോംപ്ലക്സിന് മുൻപിൽ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും സോഷ്യൽ ഫോറം പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഒ ഹാരിസ് ആണ് സമരം നടത്തിയത്. കോർട്ട് ഫീസ് വർധനവിനെതിരെ കായംകുളം കോർട്ട് കോംപ്ലക്സിന് മുന്നിൽ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും സോഷ്യൽ ഫോറം പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഒ ഹാരിസ് ഒറ്റയാൾ നിൽപ്പ് സമരം നടത്തി. ആ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ച ഇന്ന് അഭിഭാഷകരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 20 വർഷക്കാലങ്ങൾക്ക് മുമ്പാണ് ഈ കോർട്ട് ഫീ അമെൻമെൻറ്റ് ആക്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 2024 അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത് ചെക്ക് കേസുകൾക്ക് നിലവിൽ 50 രൂപ ഫീസാണ് 10 രൂപ ഫീസാണ് അടച്ചിരുന്നത്. ഫാമിലി കോടതി കുടുംബ കോടതിയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വസ്തു സംബന്ധമായ കേസുകളിൽ 50 രൂപയാണ് കോർട്ട് ഫീ അടച്ചിരുന്നത്. എന്നാൽ ഇതിന് നമ്മുടെ നാട്ടിലെ കെട്ടിട നികുതി, അതുപോലെ തന്നെ വാഹനങ്ങളുടെ നികുതി, അതുപോലെയൊക്കെ ഉള്ളതിന് കൂട്ടിയതുപോലെ തന്നെ ഒരു നിർദ്ധരായ സ്ത്രീ കോടതിയിലേക്ക് നീതിക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 2 ലക്ഷം രൂപ വരെ കോർട്ട് ഫീ അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ ചെക്ക് കേസുകളിൽ 5% മാക്സിമം 3 ലക്ഷം രൂപയാണ് കോർട്ട് ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. നിലവിൽ 10 രൂപ അടയ്ക്കേണ്ടടുത്ത് ഏതാണ്ട് മാക്സിമം 2 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇത് തീർച്ചയായും നിയമമേഖലയിലേക്കുള്ള വലിയ തിരിച്ചടിയാണ്. സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി കോടതിയിലേക്ക് വരാൻ പറ്റാത്ത, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് കോടതിയിലേക്ക് നീതി തേടി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഗവൺമെൻറ് ഇത് എത്തിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സമരപ്രക്ഷോഭങ്ങൾ ഇപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള അഭിഭാഷകരും അതേപോലെ തന്നെ ബഹുജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീതി സാധാരണക്കാർക്ക് അപ്രാപ്യമാകുന്ന വിധത്തിൽ ഭീമമായ വർധനവാണ് കോർട്ട് ഫീസ് ഇനത്തിൽ പൊതുജനങ്ങൾക്ക് ഒടുക്കേണ്ടി വരുന്നത്. ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ ആവാത്തതായത് കാരണം നീതി നിഷേധത്തിന് തുല്യമാവുന്നു. കേരള സംസ്ഥാനത്ത് മാത്രമാണ് ഇങ്ങനെയൊരു വർധനവ് നടപ്പിൽ വന്നത്. കുടുംബ കോടതി കേസുകൾക്കും ചെക്കു കേസുകൾക്കും സിവിൽ കേസുകൾക്കും തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ഫീസ് വർധന പിൻവലിക്കണമെന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കായംകുളം ബാറിലെ സീനിയർ അഭിഭാഷകനായ എ ഷാജഹാൻ പറഞ്ഞു. കോർട്ട് ഫീസ് വർധനവ് അത് പിൻവലിക്കപ്പെടേണ്ടതാണ്. അത് സാധാരണ പാവപ്പെട്ട ജനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുടുംബ കേസുകൾ വളരെ കൂടുതലാണ്. പുരുഷന്മാർ 2-3 കുട്ടികളുള്ള ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന ഒരു രീതി വളരെ വ്യാപകമാണ്. സ്ത്രീകളുടെ ഇടയിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കേസ് കോടതിയിൽ വരുമ്പോൾ അവർക്ക് ഭീമമായ കോർട്ട് ഫീസ് അടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾ അവർ വളരെ വിഷമിക്കുന്നു. ഇപ്പോൾ ഒരു പ്രായമായ പെൺമക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഭർത്താവ് തൻ്റെ സ്വത്ത് വിറ്റ് ഇഷ്ടക്കാരിയുമായിട്ട് പ്രത്യേക താമസത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ അതിനെ തടഞ്ഞ് ആ വസ്തു വിൽപ്പിക്കാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിവാഹ സമയത്ത് കൊടുത്ത പണം തിരികെ കിട്ടണം എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കേണ്ടി വരും. ആ കേസ് കൊടുക്കുന്നതിന് കോർട്ട് ഫീ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീമമായ എമൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട സ്ത്രീക്ക് കഴിയാതെ വരും. അതിന് വേറെ മാർഗമൊന്നുമില്ല. സാധാരണ സിവിൽ കേസിനാണെങ്കിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് 1/10 10-1 അടച്ചാൽ മതി. ആ പ്രൊവിഷൻ പോലും ഇല്ല എന്നുള്ളതാണ് ദുഃഖകരം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പരിഹരിക്കേണ്ടതാണ്. അതുപോലെ ചെക്ക് കേസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസാണ്. അത് സിവിൽ സ്വഭാവവും ഉണ്ട്, ക്രിമിനൽ സ്വഭാവമുണ്ട്. ആ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളൊക്കെ നടത്തുന്നതിൻ്റെ ബാധ്യത ഭരണഘടനാപരമായി തന്നെ നമ്മുടെ സർക്കാരിനാണ്. കേന്ദ്ര ഗവൺമെൻറ് അത് ഏറ്റെടുത്തിരിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഈ ക്രിമിനൽ കേസുകൾക്കൊക്കെ കോർട്ട് ഫീസ് ഏർപ്പെടുത്താൻ. അപ്പോൾ അതുകൂടൊക്കെ പരിഗണിക്കും. സാധാരണക്കാരനെ ഇത് എങ്ങനെ ആണ് ബാധിക്കുന്നത്, പ്രതികൂലമാണ്. അഭിഭാഷകരായ KG അജിത് കുമാർ, H സുനി, ബിനു വളഞ്ഞനടക്കാവ്, O അബ്ദുൾ റഷീദ്, J മാധവൻ പിള്ള, ശ്രീജ പുല്ലുകുളങ്ങര, ബിജു, PT റഷീദ്, മാവേലിക്കര ബാർ അസോസിയേഷൻ സെക്രട്ടറി അനിൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇമെയിൽ മെമ്മോറാണ്ടം അയച്ചു. CDNet ന്യൂസ്, കായംകുളം.